ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസ് സീസൺ 7ന്റെ ഒരു കൊച്ചു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനു മുന്നും നമ്മൾ പല വീഡിയോസും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോകാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണണം. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് അത് കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് 20 കണ്ടസ്റ്റൻസിന്റെ പേരാണ്, അല്ലെങ്കിൽ 20 ഓഡിഷൻ കോൾ പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങളുടെ പേരുകളാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ പ്രീവിയസ് സീസണുകളിലെ ഏറ്റവും കൂടുതൽ ഓഡിഷൻ കോൾ പോവുകയും ബിഗ് ബോസിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തവരും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി മാസത്തിലായിരിക്കും ഓരോ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് ഉറപ്പിക്കുന്നത്, അതായത് നേരിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും 10,500 പേരെ വിളിച്ചിട്ടാണ് ഇതിലേക്ക് വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 20 പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ആവുന്നത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ ആണ് ബിഗ് ബോസിന്റേത്. അപ്പൊ ഇതൊക്കെ താണ്ടി കടന്നു വേണം ഓരോ താരങ്ങളും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് അത്രയും ഓഡിഷൻ കോൾ പോകാനായിട്ട് ഒരുപാടധികം സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇതിന് മുന്നുള്ള സീസണുകളിൽ വിളിച്ചിട്ടുള്ള കുറച്ചധികം വ്യക്തികളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. ഇവരെല്ലാവരെയും വീണ്ടും വിളിക്കും, ഇവരെല്ലാവരും ഈ പറയുന്ന സീസൺ 7ൽ ഉണ്ടാകും എന്നല്ല പറയുന്നത്. ഇവരെയൊക്കെ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീസൺ ആയിട്ട് സീസൺ 7 മുന്നേറാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ബീന ആന്റണി. ബീന ആന്റണിയെ സീസൺ 5ലും 6ലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഏഷ്യാനെറ്റിലെ സീരിയൽ താരമാണ്. ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് മാലാ പാർവതി. മാലാ പാർവതി ഒരു സിനിമ സീനിയർ ആക്ട്രസ് ആണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സീസൺ 6ലൊക്കെ വിളിച്ച ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു താരം കൂടിയാണ് മാലാ പാർവതി. അടുത്തതായി പറയുന്നത് ഫെമിനിസ്റ്റും ടീച്ചറുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കലിനെ സീസൺ 6ൽ വിളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓഡിഷൻ കോളും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. ഫെമിനിസ്റ്റ് ആണ് പുള്ളിക്കാരത്തി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബി മെറ്റീരിയൽ ആവാനായിട്ട് ശ്രീലക്ഷ്മി അറക്കലിന് സാധിക്കും. അതോടൊപ്പം തന്നെ നാലാമതായി പറയുന്നത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ക്രിസ്റ്റി സെബാസ്റ്റ്യൻ നമുക്കറിയാം മിക്ക സിനിമകളിലും പല പല വേഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ പടങ്ങളിലും നമുക്ക് സജീവമായിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. സീസൺ 6ൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗം കൂടിയാണ്. ബിഗ് ബോസിലേക്ക് ഒരു ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് റോഹൻ ലോണ. റോഹൻ ലോണ നമുക്കറിയാം ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസിനെയും ഇതിനു മുന്നുള്ള പ്രീവിയസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു ആങ്കർ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ബി കണ്ടസ്റ്റന്റും ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ റോഹനോട് പറയും അടുത്ത സീസണിൽ എന്തൊക്കെയായാലും റോഹൻ പോണം, അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് റോഹന് സാധിക്കും. അത്രയും നല്ല രീതിയിലുള്ള ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. റോഹൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീസൺ ആയിരിക്കും സീസൺ 7. എന്തൊക്കെയാണെങ്കിലും ഒരു ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് സജിൻ. സജിൻ നമുക്കറിയാം ഈ ഇടക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ചിരുന്ന സ്വാന്തനം സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിനെയും ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്വാന്തനം സീരിയൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സജിന്റെ ശിവൻ എന്ന കഥാപാത്രം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. തീർച്ചയായിട്ടും സീരിയൽ ആക്ടേഴ്സ് നമ്മുടെ ഒരു സർവ്വസാധാരണമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ സജിന് ഒരുപാടധികം സാധ്യത ഈ പറയുന്ന സീസൺ 7ൽ കാണുന്നുണ്ട്. ഒരു ഓഡിഷൻ കോൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പറയുന്നത് ഷാലു കുര്യൻ. ഷാലു കുര്യൻ നമുക്കറിയാം ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു ഷാലു കുര്യൻ ആദ്യമായിട്ട് വേഷമിട്ടത്. അതുപോലെ തന്നെ പല സീരിയലുകളിലും പല സിനിമകളിലും ഷാലു കുര്യൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാൻസർ കൂടിയാണ്. പുള്ളിക്കാരത്തി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചന്ദനമഴ ഈ സമയത്ത് അത്യാവശ്യം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം, ഒരു ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് അസ്ലാം ആർലി. അസ്ലാം ആർലി നമുക്കറിയാം ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അസ്ലാം ആർലി ഒരു ബ്യൂട്ടി വ്ളോഗർ കൂടിയാണ്. പുള്ളിക്കാരത്തി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സീസൺ 6ൽ വിളിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. നമ്മുടെ ജാസ്മിൻ ജാഫർ ഒക്കെ വന്നതുപോലെ അസ്ലാം ആർലി ഈ ഒരു വർഷം ബിഗ് ബോസിൽ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഓഡിഷൻ കോൾ പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അടുത്തതായി പറയുന്നത് ആങ്കർ ആയിട്ടുള്ള പാർവതി ബാബു. ഒരുപാടധികം സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്ത് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ആണ് പാർവതി ബാബു. പാർവതി
പാർവതിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ തൊപ്പിയൊക്കെ ഈ പറയുന്ന പാർവതി ബാബു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിലേക്ക് ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സീസൺ 6ലും ഒരു ഓഡീഷൻ കോൾ പാർവതിക്ക് കിട്ടിയതായിട്ട് കേൾക്കുന്നു. അടുത്തതായി പറയുന്നത് ജാസിൽ ജാസിയെയും ഈ പറയുന്ന സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ജാസി എത്തുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്നുള്ളത് ജാസിലിന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. പുള്ളിക്കാരൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. സീസൺ 6ൽ എന്തുകൊണ്ടോ ഒരു ഓഡിഷൻ കോൾ പോയില്ല. ഒരുപാടധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ ഈ ഒരു സീസണിൽ വിളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി പറയുന്നത് ഗായത്രി അരുൺ നമുക്കറിയാം ദീപ്തി IPS എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ആരും മറന്നു പോയിട്ടുണ്ടാവില്ല. നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഗായത്രി അരുണും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല സിനിമകളിലും ഗായത്രി അരുൺ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് അഖിൽ ഷാ നമുക്കറിയാം ഒരു സിംഗറാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഷോർട്ട് വീഡിയോസ് ആണ് മെയിനായിട്ട് അഖിൽ ഷാ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ ഷാനും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. സീസൺ 6ലൊക്കെ വിളിച്ച ഒരു വ്യക്തിയാണെന്ന് കേൾക്കുന്നു. അടുത്തതായി പറയുന്നത് യാദിൽ എം ഇക്ബാൽ K-Town ഹോട്ടൽസിന്റെ ഉടമസ്ഥനാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ഗീവ് അവേസ് ഒക്കെ കൊടുത്ത് വളരെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് യാദിൽ എം ഇക്ബാൽ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു കട്ട അർജന്റീന മെസ്സി ഫാനാണ്. അതിന്റെ പേരിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സിനെ വാരിക്കൂട്ടാനായിട്ട് യാദിലിക്കൊക്കെ സാധിച്ചത്. പുള്ളിക്കാരനും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് ഒരു ഓഡീഷൻ കോൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് അതുൽ സുരേഷ് ഒരു മോഡൽ കോച്ചാണ്. അതുപോലെ തന്നെ ഒരു യൂട്യൂബർ കൂടിയാണ് പുള്ളിക്കാരൻ. നമ്മുടെ ഫാഷൻ മോഡൽസിനെയൊക്കെ കോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുൽ സുരേഷ്. ഒരു ആക്ടർ കൂടിയാണ്. പുള്ളിക്കാരന് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു ഓഡീഷൻ കോൾ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പറയുന്നത് ജിഷിൻ മോഹൻ. പുള്ളിക്കാരൻ നമ്മുടെ സീരിയൽ ആക്ടറാണ്. ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ പല സൂര്യ TV അടക്കുന്ന ഒരുപാടധികം ചാനലുകളിൽ പല സീരിയലുകളിലായിട്ട് വേഷമിട്ടൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ നിന്ന് സീസൺ 6ലും 5ലൊക്കെ വിളിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് അറിയുന്നു. അപ്പോൾ ജിഷിൻ മോഹനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് സുരേഷ് കൃഷ്ണ നമുക്കറിയാം കൺവിൻസിങ് സൂപ്പർ സ്റ്റാറിന് തീർച്ചയായിട്ടും ഒരു ഓഡീഷൻ കോൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റിയെ പറ്റിച്ച് അത്ര വിദഗ്ധമായിട്ടാണ് ജോർജ് കുട്ടി കടന്നു കളഞ്ഞത്, വക്കീലുമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട്. നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് കൃഷ്ണ. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു ഓഡീഷൻ കോൾ എന്തായാലും സുരേഷ് കൃഷ്ണയ്ക്ക് പോകും എന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത് ഹാഷിറിന് നമുക്കറിയാം വാഴ സിനിമയിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും ഒത്തിരി ഫാൻസിനെ സമ്പാദിക്കാനായിട്ട് ചുരുങ്ങിയ നാളുകൊണ്ട് സാധിച്ച ഒരു വ്യക്തിയാണ് ഹാഷിർ. തീർച്ചയായിട്ടും ഹാഷിറിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത്രയും സൂപ്പർ ഹിറ്റായിട്ട് വിജയകരമായിട്ട് സംപ്രേഷണം ചെയ്ത ഒരു ഫിലിം ആയിരുന്നു വാഴ. അതിൽ നിന്ന് ഒരു ആൾ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഹാഷിർ അല്ലെങ്കിൽ സാഫ് ബോയ് ആയിരിക്കും. സാഫ് ബോയിനെയും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നിന്ന് വിളിച്ചതായിട്ട് കേൾക്കുന്നു. അമ്പലനട അതുപോലെ തന്നെ വാഴ എന്നീ സിനിമകളിൽ അടിപൊളി വേഷമാണ് നമ്മുടെ സാഫ് ബോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. തീർച്ചയായിട്ടും സാഫ് ബോയ്ക്കും ഒരു ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാഫ് എന്നാണ് പേര്, സാഫ് ബോയ് എന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ ഹാഷിർ അല്ലെങ്കിൽ സാഫിന് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് മേഘ്ന വിൻസെന്റിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ചന്ദനമഴ സീരിയലിലെ അമൃതയെ ആരും അങ്ങനെ മറന്നുപോയിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും ചന്ദനമഴ സീരിയൽ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന കാലമാണ്. ഏത് വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും ഒരു ചന്ദനമഴ ഷോർട്സ്. അപ്പോൾ തീർച്ചയായിട്ടും അമൃത ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് ഒരു ഓഡീഷൻ കോൾ മേഘ്ന വിൻസെന്റിന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെയോ ഒരു ഇന്റർവ്യൂവിൽ അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പാളിപ്പോയ അങ്ങനെയും മേഘ്ന വിൻസെന്റ് ഇപ്പൊ പേരെടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത്
ശ്രീറാം നമുക്കറിയാം ഏഷ്യാനെറ്റിൽ കുറച്ച് നാളുകൾ മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സീരിയലിൽ ജീവ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ശ്രീറാമിനും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഒരു ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആണ് ശ്രീറാം. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ സിനിമ ആക്ടർ കൂടിയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഒരു ഓഡിഷൻ കോൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പറയുന്നത് 20ാമതായി പറയുന്നതാണ് അഞ്ജലി, ആർ ജെ അഞ്ജലി നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആണ്. നമ്മുടെ ജാസ്മിൻ ജാഫർ ഒക്കെ വന്നതുപോലെ ഈ പറയുന്ന ആർ ജെ അഞ്ജലിയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുക്ക് വിത്ത് കോമഡിയുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ട്രെൻഡിങ്ങിൽ കയറ്റിയ ഒരു വ്യക്തിയാണ് ആർ ജെ അഞ്ജലി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ്. അപാര ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ആർ ജെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാമല്ലോ എങ്ങനെയായിരിക്കും പുള്ളിക്കാരത്തിയുടെ ആ ഒരു ടോക്കിംഗ് സെൻസ് എന്ന്. അപാര ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഓഡിഷൻ കോൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും 20 പേരടങ്ങുന്ന ലിസ്റ്റാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലിസ്റ്റോ ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. ഇവർക്ക് എല്ലാവർക്കും ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ ഇതിനുള്ള മുന്നുള്ള സീസണുകളിലൊക്കെ ഓഡിഷൻ കോൾ പോയ വ്യക്തികളും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. 10,500 പേരെ വിളിച്ചിട്ടാണ് വളരെ മൈന്യൂട്ടായിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ട് സെലക്ട് ചെയ്ത് ഈ പറയുന്ന 20 പേരെ ഫസ്റ്റ് ഡേ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത്. ഇവർക്കൊക്കെ ഈ പറയുന്ന ബിഗ് ബോസിൽ ഉറപ്പാവുന്നത് ഈ പറയുന്ന ജനുവരി മാസം അവസാനത്തോടു കൂടിയാണ്. ഫെബ്രുവരി ആണല്ലോ ഈ പറയുന്ന ലോഗോയും പ്രമോസും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ബിഗ് ബോസ് മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി ഗ്രാൻഡ് ലോഞ്ചും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനുവരി വീക്കിലായിരിക്കും ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഉറപ്പാവുന്നത്. ആ ഒരു കണ്ടസ്റ്റൻസിനൊക്കെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വീക്കോട് കൂടി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല. കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം വീണ്ടും പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കമന്റ് എന്തായാലും ചെയ്യണം. ബിഗ് ബോസ് ഹൗസിൽ വരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വ്യക്തിയാണുള്ളത്. അതിപ്പോൾ സീരിയലിൽ നിന്നായാലും ഇൻസ്റ്റഗ്രാമിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും മൂവീസിൽ നിന്നായാലും ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു വർഷം കാണേണ്ടത് അവരുടെ പേരുകളൊക്കെ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറുന്നു എന്നുള്ള പല വാർത്തകളും കേട്ടു. അങ്ങനെ ഒരു വാർത്ത ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ മാറുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് ലാലേട്ടൻ ഇപ്പൊ തയ്യാറാവുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന സീസണുകളിൽ ചിലപ്പോൾ ലാലേട്ടൻ മാറി പൃഥ്വിരാജോ ഇന്ദ്രജിത്തോ ജയറാമോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ മാറുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത്. അതിനെ ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്